ഹലോ ഗൈസ്. അപ്പോൾ നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് 2025 റിലീസായ സ്റ്റഡി ഗ്രൂപ്പ് എന്ന ഒരു ആക്ഷൻ കോമഡി സീരീസാണ്. മൊത്തം 10 എപ്പിസോഡുകളാണ് ഈ സീരീസിലുള്ളത്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പ്ലനേഷനോട്ട് കടക്കാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് ഈ പീഹാൻ കുറേ എണ്ണത്തിന് തല്ലിച്ചതക്കുന്നതാണ്. ഇവൻ്റെ അടികൊണ്ട് കിടക്കുന്നവന്മാരെല്ലാം തന്നെ മറ്റ് സ്കൂളുകളിൽ ഹയസ്റ്റ് റാങ്കിൽ നിൽക്കുന്നവന്മാരാണ്. ഇപ്പോൾ ഇത് കണ്ടുവരുന്ന മിൻഹാനാണെങ്കിൽ ഇവനോട് എന്തിനാ വെറുതെ ഇവന്മാരൊക്കെ അടിച്ചിട്ടേക്കുന്നത്, ഇവരെല്ലാം YB ഫാമിലിയിൽ ജോയിൻ ചെയ്യിക്കാലോ എന്ന് ചോദിക്കും. ഇത് കേട്ട് ഞാൻ അതിനുവേണ്ടി ഇവർക്ക് അഡ്വാൻസ് ആയിട്ട് ട്രെയിനിങ് കൊടുക്കുകയാണെന്ന് പറയും. പീഹാൻ മനസ്സിൽ പേടിയുള്ളവരെ പെട്ടെന്ന് തോൽപ്പിക്കാൻ പറ്റും. അല്ല, എന്തിനാ ശരിക്കും ഒരുപാട് ബാക്കപ്പ് ഫൈറ്റേഴ്സ് നിനക്ക്? നിന്റെ അച്ഛൻ്റെ പോലെ ആകാനാണോ? ഇത് കേൾക്കുന്ന പീഹാൻ പറയും, അല്ല, എനിക്ക് അയാളെ തോൽപ്പിച്ച് അയാളുടെ മുകളിലെത്താൻ വേണ്ടിയാണ്. ശേഷം അവിടെ ഒന്നും മിണ്ടാതിരിക്കുന്ന ഈ സ്റ്റുഡൻസിനോട് എന്തെങ്കിലുമൊക്കെ സംസാരിക്കാൻ നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ടീമാണെങ്കിൽ നമുക്ക് നമ്മുടെ മെമ്പേഴ്സ് വരുന്നവരെ എന്തെങ്കിലും ഒരു ഗെയിം കളിച്ചാലോ, അല്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറയും. ജുൺ ആണെങ്കിൽ തമാശയ്ക്ക് എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത് കണ്ട് ദേഷ്യം വരുന്ന ജീവു വെറുതെ അല്ല ഇവർ നമുക്ക് ഒരു വിലയും തരാത്തത് എന്ന് പറഞ്ഞ് ജുണ്ണിനോട് ദേഷ്യപ്പെടുകയാണ്. ഇപ്പോൾ ഇതെല്ലാം കാണുന്ന ഇവിടുത്തെ സ്കൂളിൻ്റെ സ്റ്റഡി ഗ്രൂപ്പിൻ്റെ ലീഡർ എന്തൊരു ശല്യമാണെന്നും പറഞ്ഞ് എഴുന്നേറ്റ് പോകും. ഇത് കണ്ട് ദേഷ്യം വരുന്ന ജീവു ആണെങ്കിൽ, എന്താ നിന്റെ പ്രശ്നം? കുറച്ച് നേരമായി ഞാൻ ശ്രദ്ധിക്കുന്നു, നീ വലിയ ആളാണ് എന്നാണോ നിന്റെ വിചാരം എന്നൊക്കെ ചോദിക്കും. അവർ നിങ്ങളെപ്പോലെയുള്ളവർക്ക് ഞങ്ങളുടെ ജീവിതം ഇല്ലാണ്ടാക്കിയിട്ട് എന്താ കിട്ടുന്നത് എന്നും ചോദിച്ച് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ ഇത് കാണുന്ന സേഹോൺ ആണെങ്കിൽ, എനിക്ക് നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയും, ഞങ്ങൾ നിങ്ങളുടെ അത്ര ഫേമസ് ആയിട്ടുള്ള ഒരു സ്കൂളിൽ നിന്നല്ല വരുന്നത്, എന്നാൽ ഞങ്ങൾക്കും പഠിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഇരിക്കുന്ന വേറൊരു പയ്യൻ പറയും, നീ സത്യത്തിൽ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക, ഞങ്ങൾ ബുള്ളിങ് അനുഭവിക്കുന്ന ആളുകളാണെന്ന് പറയും. ഇങ്ങനെ ഒരു സ്കൂളിന് ആര് ബുള്ളി ചെയ്യാനാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ അത്ഭുതത്തോടെ ചോദിക്കുമ്പോൾ ഇവൻ ഇവരുടെ സ്കൂളിന് നേരെ ഓപ്പോസിറ്റുള്ള മറ്റൊരു സ്കൂൾ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ആ സ്കൂളിലുള്ളവന്മാരാണ് ഇവരെല്ലാം ബുള്ളി ചെയ്യുന്നത്. ഇപ്പോൾ ഇവരുടെ ടീമിൽ ജുൻമിൻ എന്ന് പറയുന്ന ഒരുത്തൻ ഇതുവരെ വന്നിട്ടില്ല എന്ന് പറഞ്ഞല്ലോ, കാരണം അവനെ പൈസയ്ക്ക് വേണ്ടി ഇവന്മാർ പിടിച്ചു വെച്ചിരിക്കുകയാണ്. അത് സ്കൂളിലെല്ലാവർക്കും അറിയാം. ഇവർ പേടിച്ചിട്ട് മിണ്ടാതിരിക്കുകയാണ്. നിങ്ങൾക്ക് ഇത് റിപ്പോർട്ട് ചെയ്തൂടെ? നിങ്ങളുടെ എല്ലാം ഫാമിലി അത്യാവശ്യം റിച്ച് ആയിരിക്കുമല്ലോ എന്ന് സേഹോൺ സംശയത്തിൽ ചോദിക്കുമ്പോൾ, സത്യത്തിൽ ഒരു കുട്ടി കഴിഞ്ഞ മാസം റിപ്പോർട്ട് ചെയ്തതാണ്, എന്നാൽ ആ കൊച്ചിൻ്റെ അച്ഛനെ അവന്മാർ തലക്കടിച്ച് വീഴ്ത്തി. ഇപ്പോഴും ആ കുട്ടിയുടെ അച്ഛന് ബോധം വന്നിട്ടില്ല. ഞങ്ങൾക്കിങ്ങനെ പേടിച്ചിരിക്കാനല്ലാതെ വേറൊരു വഴിയുമില്ല എന്ന് പറയും. എന്നാലും ഈ മാനിക് ഹൈ എന്തിനാ ഞങ്ങളുടെ അപ്പുറത്ത് തന്നെ വന്നതെന്ന് ഈ ചെറുക്കൻ പറയുമ്പോഴാണ് ജീവുവും ജൂണും ഷോക്കായിട്ട് മാനിക് ഹൈയോ എന്ന് ചോദിക്കുന്നത്. കാരണം മാനിൽ ഹൈക്ക് പകരം മാനിക് ഹൈ എന്നാണല്ലോ ഇവൾ ഗാമിന് മെസ്സേജ് അയച്ചിരുന്നത്. ശേഷം ഇവിടെ മാനിക് ഹൈയിലേക്ക് വന്ന ഗാമിനാണെങ്കിൽ നോക്കുമ്പോൾ ചുമരിലൊക്കെ പെയിൻ്റ് അടിച്ചുകൊണ്ട് കുത്തി വരച്ചിട്ടേക്കാണ്. എന്നാൽ ഇതൊക്കെ കണ്ട് അവൻ വിചാരിക്കും, ആർട്ട് സ്കൂളല്ലേ, അതിൻ്റെ കലാവിരുതാണെന്ന്. കയറി ചെല്ലുന്ന സ്റ്റെപ്പിൽ തന്നെ ചോരയൊക്കെ കിടപ്പുണ്ട്. എന്നിട്ട് ഗാമി നേരെ ഇപ്പോൾ അവിടെ കാണുന്ന രണ്ടെണ്ണത്തിൻ്റെ അടുത്ത് പോയി, നിങ്ങൾക്ക് ഈ സ്റ്റഡി ഗ്രൂപ്പ് എവിടെയാണെന്ന് അറിയോ എന്ന് ചോദിക്കും. സ്റ്റഡി ഗ്രൂപ്പോ? ഇവൻ എന്താണ് ഈ പറയുന്നത്? ഇത് മാനിൽ ഹൈയുടെ യൂണിഫോം അല്ലല്ലോ, ഇനി ഇവൻ വേറെ വല്ല സ്കൂളിൽ നിന്ന് പഠിക്കാൻ വന്നതാണോ എന്നും പറഞ്ഞു നിൽക്കുമ്പോൾ പിറകിലൂടെ വന്ന് ഒരുത്തൻ ഗാമിൻ്റെ മണ്ട അടിച്ച് പൊളിക്കാനായിട്ട് നോക്കും. എന്നാൽ ഇത് മനസ്സിലാക്കി ഗാമിൻ അതിനെ തടയും. എനിക്ക് ആദ്യമേ എന്തോ ഒരു പന്തികേട് തോന്നിയതാ, നിങ്ങളെ കണ്ടാലേ അറിയാം നിങ്ങളൊന്നും ടോപ്പ് സ്റ്റുഡൻസ് അല്ലെന്ന്. ഇതേ സമയം തൊട്ടപ്പുറത്തെ റൂമിൽ മാനിൽ ഹൈ സ്റ്റഡി ഗ്രൂപ്പിലെ മെമ്പറായ ജുമിൻ അവൻ്റെ അമ്മയെ വിളിച്ച് തൻ്റെ അക്കൗണ്ട് റീആക്ടിവേറ്റ് ചെയ്തു തരാൻ വേണ്ടി പറയും. കാരണം പൈസ കൊടുത്തില്ലെങ്കിൽ ഇവന്മാരൊന്നും ഇവനെ ജീവനോടെ വിടില്ലെന്ന് അവനറിയാം. ഇപ്പോൾ ഗാമിൻ അങ്ങോട്ടേക്ക് വന്ന്, ഇത് നിന്റെ ക്ലാസ് ആണോ എന്ന് ചോദിച്ചു വരും. അപ്പോൾ ഇത് കാണുന്ന ജുൻമിനാണെങ്കിൽ ഗാമിനെ വല്ലാണ്ട് ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോഴേക്കും ഗാമിന് ഒരു കോൾ വരും. അത് നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പ് ടീമായിരുന്നു. ഗാമിൻ, നീ ഇപ്പോൾ എവിടെയാണ് ഉള്ളത്? എടാ, നീ പോയിക്കുന്നത് മാനിൽ ഹൈ അല്ലടാ, മാനിക് ഹൈ ആണ്. ഇത് ഈ മാനിൽ ഹൈയുടെ അടുത്തുള്ള വേറൊരു സ്കൂളാ. എടാ, നീ അവിടെ ജുൻമിൻ എന്ന പേരുള്ള ആരെങ്കിലും കണ്ടോ? ഗാമിൻ ഇവനോട് നിന്റെ പേര് ജുൻമിൻ എന്നാണോ എന്ന് ചോദിക്കുമ്പോൾ അവൻ അതേന്ന് പറയും. ഇപ്പോൾ ഈ ജുൻമിൻ പറയാണ്, സംസാരിച്ച് നിൽക്കാനൊന്നും സമയമില്ല, നമുക്ക് വേഗം ഇവിടുന്ന് രക്ഷപ്പെടണം, അല്ലെങ്കിൽ നമ്മൾ മറ്റവൻ്റെ കയ്യിൽ പോയി കൊടുങ്ങും എന്ന് പറഞ്ഞ് തീരില്ല. അപ്പോഴേക്കും ഈ മാനിക് ഹൈയുടെ ബോസ് അവിടേക്ക് എത്തിയിട്ടുണ്ടാവും. അവൻ ഗാമിനെ പൊക്കി താഴെയിടുകയാണ്. ഈ ശബ്ദമെല്ലാം ഫോണിലൂടെ മറ്റവരും കേൾക്കുന്നുണ്ട്. എന്തോ കുഴപ്പമുണ്ടല്ലോ എന്ന് ഹേവോൺ പറയുമ്പോൾ, നിങ്ങളുടെ ഗാമിൻ കുഴപ്പത്തില, അവിടെ ഓംസോക്ക് എന്ന് പറയുന്ന ഒരുത്തനുണ്ടെന്ന് ആ സ്കൂളിലെ പയ്യൻ പറയുമ്പോൾ, ഏയ് അതല്ല, മറ്റവൻ അപകടത്തിലാവാനാണ് കൂടുതൽ സാധ്യത എന്ന് പറയും. ശേഷം ഇവിടെ ആ ബോസിൻ്റെ കാര്യത്തിൽ ഗാമിൻ ഒരു തീർപ്പാക്കിയിട്ടുണ്ടാവും. അങ്ങനെ ജുൻമിനെയും കൊണ്ട് ഗാമിൻ മാനിൽ ഹൈയിലോട്ട് വരും. അവിടുത്തെ സാർ ഇവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കും.
സ്റ്റഡി ഗ്രൂപ്പ് തുടങ്ങിയിട്ടുള്ള ഇവരുടെ എക്സ്പീരിയൻസ് എല്ലാം നമ്മുടെ സ്റ്റഡി ഗ്രൂപ്പിന് ഇവർ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പോകാൻ നേരത്ത് ഇവർ അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും സോറിയൊക്കെ പറയുന്നുണ്ട്, ആദ്യം തെറ്റിദ്ധരിച്ച് എന്തൊക്കെയോ പറഞ്ഞതിന്. ഇപ്പോൾ ഈ ജുൻമിൻ ഗാമിനോട് ചോദിക്കും, നിനക്കെന്നെ ഓർമ്മയില്ലേ എന്ന് ചോദിച്ച് അവൻ്റെ ഗ്ലാസ് എടുത്ത് മുഖത്തേക്ക് വെച്ച് കാണിച്ചു കൊടുക്കുമ്പോഴാണ് ഈ മുറ കഴിഞ്ഞ് എനിക്ക് മനസ്സിലായി എന്നെക്കാളും ഒരുപാട് മികച്ച കുട്ടികളുണ്ടെന്ന്. നീ എന്നെ രക്ഷിച്ചത് കൊണ്ട് പറയുന്നതല്ല, എനിക്ക് പിന്നീട് ഞാൻ നിന്നോട് ചെയ്ത കാര്യങ്ങളിലൊക്കെ ഒരുപാട് കുറ്റബോധം തോന്നി എന്ന് ജുൻമിൻ പറയുമ്പോൾ എനിക്കന്ന് ഒരുപാട് സങ്കടമായി എന്നുള്ളത് ശരിയാണ്. എന്നാൽ ഞാൻ നിന്നെ ഒരിക്കലും കുറ്റപ്പെടുത്തിയിട്ടില്ല. എങ്ങനെയെങ്കിലും നിന്റെ മുകളിലെത്തുക, പഠിക്കുമ്പോൾ ഒന്നാമതെത്തണം എന്ന് പറഞ്ഞു നടക്കുന്ന ആളായിരുന്നു. പക്ഷെ നീ ശരിക്കും പിറകിലായിരുന്നു ഉണ്ടായിരുന്നത്. നീ വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കണം, ഒരിക്കലും വിട്ടുകൊടുക്കരുത്. ചിലപ്പോൾ ഭാവിയിൽ നിന്റെ സ്കൂളിലെ ടോപ്പ് 1 നീയായിരിക്കും. ഇവൻ്റെ ഈ വാക്കുകൾ കേട്ട സന്തോഷത്തിൽ ഗാമി കരഞ്ഞു പോവുകയാണ്. ശേഷം ഇവരുടെ സ്റ്റഡി ഗ്രൂപ്പിന് വേണ്ടി പുതുതായിട്ട് ഒരു റൂം തരാമെന്ന് മിസ് ലീ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാണാൻ വേണ്ടി വളരെ ആകാംക്ഷയിൽ ചെന്നിരിക്കുകയാണ് ഇവർ. എന്നാൽ ആ റൂമാണെങ്കിൽ പൂട്ടിക്കിടക്കുന്ന വളരെ അഴുക്ക് പിടിച്ചൊരു റൂം. ഇവിടെ നിന്ന് എങ്ങനെ പഠിക്കാനാണെന്ന് പറഞ്ഞ് എല്ലാവരും കൺഫ്യൂഷനായിട്ട് നിൽക്കുമ്പോൾ ആ അഴുക്ക് പിടിച്ച റൂമിനെ എങ്ങനെയെല്ലാം മാറ്റിയെടുക്കാം എന്ന ചിന്തയാണ് ഗാമിന്. അങ്ങനെ ഗാമിൻ്റെ നേതൃത്വത്തിൽ എല്ലാവരും കൂടെ ആ റൂം വൃത്തിയാക്കി എടുക്കുകയാണ്. ശേഷം ടീച്ചേഴ്സ് റൂമിൻ്റെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ് ലീ. ഇന്നലെ മാനിൽ ഹൈയിലെ സാർ ലീയോട് നിന്റെ ലെവലിലുള്ള ഒരാൾ പോകേണ്ട സ്കൂളല്ല യൂൻസോങ്, ടീച്ചർ സർട്ടിഫിക്കേഷൻ എക്സാം പോലും വേണ്ടെന്ന് വെച്ച് നീ എന്തിനാ അങ്ങോട്ടേക്ക് പോയെന്ന് ചോദിക്കുമ്പോൾ എനിക്ക് അവിടെ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നിട്ട് ഇവൾ ടീച്ചേഴ്സ് റൂമിലോട്ട് കയറിപ്പോകുന്നത് ജൂൺ കാണുന്നുണ്ട്. ലീ ഇപ്പോൾ ടീച്ചേഴ്സിൻ്റെ ഹെഡിൻ്റെ അടുത്ത് വന്ന് പീഹാനിന് ശിക്ഷ കൊടുക്കാൻ ഒരു ഡിസിപ്ലിനറി കമ്മിറ്റി വിളിച്ചു നിർത്താനായിട്ട് പറയും. ഈ സ്കൂളിനെ അങ്ങനെ മാറ്റിമറിക്കാൻ മാത്രമേ കഴിയൂ, അതിന് എനിക്ക് സാറിൻ്റെ സപ്പോർട്ട് വേണം, എനിക്ക് സ്കൂളിനെ ചേഞ്ച് ചെയ്യാൻ കഴിയും എന്ന് വളരെ കോൺഫിഡൻ്റായി പറയുന്ന ലീയോട് എനിക്ക് എന്തായാലും ഇങ്ങനെ ഒരു റിസ്ക് എടുക്കാൻ പറ്റില്ല, അതും നിന്നെപ്പോലെ ഒരാളെ വിശ്വസിച്ച്. പിന്നെ സ്കൂളിനെ മാറ്റിമറിക്കാൻ കഴിയും എന്നല്ല നീ പറയുന്നത്, അത് നിന്റെ ഈ പ്രായത്തിൻ്റെ ചോരത്തിളപ്പ എന്നും പറഞ്ഞ് ഇവൾ കൊടുത്ത പേപ്പർ വേസ്റ്റ് ബിന്നിലോട്ട് ഇടും. ഒരു ഉറപ്പുമില്ലാതെ നിന്റെ കൂടെ ഇതിനിറങ്ങിത്തിരിക്കാൻ എനിക്ക് താല്പര്യമില്ല, പക്ഷെ എന്തായാലും നിന്റെ കഴിവ് എനിക്കൊന്ന് പരിശോധിച്ചാൽ കൊള്ളാവുന്നുണ്ട്. ശേഷം ഇവിടെ സ്റ്റഡി റൂം ക്ലീൻ ആക്കിക്കൊണ്ടിരിക്കുന്ന ഇവരുടെ അടുത്തേക്ക് ഹോമിൻ എന്ന് പറയുന്ന ഒരുത്തൻ സിഗരറ്റും വലിച്ചുകൊണ്ട് വരും. ഗ്രേഡിൽ നമ്പർ 1 പൊസിഷനിലുള്ളത് ഇവനാണെങ്കിൽ ഇവർ ഈ സ്റ്റഡി ഗ്രൂപ്പിന് വേണ്ടി അറേഞ്ച് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ കണ്ട് ഇവരെ വല്ലാണ്ട് പൂച്ചിച്ച് തള്ളി സംസാരിക്കും. നിങ്ങളെപ്പോലെയുള്ള ലൂസേഴ്സിനൊന്നും പഠിച്ചു മുന്നേറാൻ കഴിയില്ല. എടാ സേഹോണെ, നിനക്കെങ്കിലും ഇവരെ പറഞ്ഞു മനസ്സിലാക്കി കൂടെ? എന്താ നീ ഇവർക്ക് ട്യൂഷൻ എടുത്ത് പൈസ ഉണ്ടാക്കുകയാണോ? നിങ്ങൾക്ക് ഈ സേഹോൺ ഒരു ദാരിദ്ര്യം പിടിച്ച കുടുംബത്തിൽ നിന്നാണ് വരുന്നത് എന്നെങ്കിലും അറിയോ? എന്തായാലും നന്നായിട്ട് പഠിക്കാൻ നോക്ക്, ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ എനിക്കും ഇഷ്ടമാണ് എന്ന് പറഞ്ഞ് ഈ ഹോമിൻ ഇവരെയും കളിയാക്കിക്കൊണ്ട് അവിടെ നിന്ന് പോകും. ഇവൻ്റെ ഇൻസൾട്ടിങ് എല്ലാം കേട്ട ഗാമിൻ ഒരു കാര്യം തീരുമാനിക്കുന്നു, ഇവന് ഈ വരുന്ന മിഡ് ടൈം എക്സാമിൽ തനിക്ക് തോൽപ്പിക്കണമെന്ന്. അങ്ങനെ ഇപ്പോൾ ലീ മിസ് ഓരോരുത്തരുടെയും ഗ്രേഡ് ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. 220 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ ജീവു നിൽക്കുന്നത് 180ാമത്തെ പൊസിഷനിലാണ്, 132ാമത്തെ പൊസിഷനിലാണ് ജൂൺ ഉള്ളത്. ഈ അലവലാതിയേക്കാൾ താഴെയാണോ ഞാൻ എന്ന് പറഞ്ഞു നിൽക്കുകയാണ് ജീവു. ഹേവോൺ ഉള്ളത് 162ാമത്തെ സ്ഥാനത്താണ്. 220 സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അതിൽ 219ാമത്തെ സ്ഥാനമാണ് നമ്മുടെ ഗാമിന്. അതായത് ഒന്നുകൂടി ആഞ്ഞ് പരിശ്രമിച്ച് അവന് വേണമെങ്കിൽ 220ാമത്തെ പൊസിഷനിൽ നിൽക്കാം. ഇപ്പോൾ ഇവരുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ മാർക്കുള്ളത് സേഹോണാണ്. എൻ്റെ സ്കൂളിൽ തന്നെ 2nd പൊസിഷനിലാണ് അവൻ നിൽക്കുന്നത്. എന്നാൽ ഇന്ന് തൊട്ട് പരിശ്രമിക്കുകയാണെങ്കിൽ നമ്മുടെ ഗ്രേഡിൽ മാറ്റം വരില്ലേ എന്ന് ഗാമിൻ മിസ്സിനോട് ചോദിക്കുമ്പോൾ ഗാമിൻ, ഈ ഗ്രേഡ്സിൻ്റെ കാര്യത്തിൽ മിറാക്കൾ എന്ന് പറയുന്ന ഒന്നുമില്ല. നിങ്ങളൊരു നോർമൽ ഹൈസ്കൂളിലാണ് പഠിച്ചിരുന്നെങ്കിൽ, എന്നാൽ ഇത് യൂസോങ് ടെക്നിക്കൽ ഹൈസ്കൂളാണ്. മിഡ് ടേംസിന് നമ്മുടെ മുന്നിൽ 20 ദിവസം കൂടിയുണ്ട്. ഞാൻ പറയുന്നത് പോലെ പരിശ്രമിച്ചാൽ നിങ്ങൾക്കിത് നേടിയെടുക്കാൻ കഴിയും. അങ്ങനെ ഇപ്പോൾ ക്ലാസ്സും കഴിഞ്ഞ് പോകുന്ന വഴി ജൂൺ ആ കാര്യം ഇവരോട് പറയുകയാണ്. ഇന്ന് ടീച്ചേഴ്സ് റൂമിൽ നിന്ന് ജൂൺ കേട്ട കാര്യം, ലീയുടെ എബിലിറ്റി ടെസ്റ്റ് ചെയ്യണമെന്ന് ആ സാർ പറയുന്നത് നമ്മൾ കേട്ടില്ലേ? അതെന്തായിരുന്നെന്ന് വെച്ചാൽ ഇവരുടെ സ്റ്റഡി ഗ്രൂപ്പിലുള്ള ആളുകളുടെ ഉള്ള റാങ്കിങ് ഒരു 10 മടങ്ങായിട്ട് കൂട്ടണം. ഒന്നും നോക്കാതെ ലീ അതിന് സമ്മതിക്കുകയും ചെയ്തു. ഇത് കേട്ട് ഇവരെല്ലാവരും ആകെ ഷോക്കായിട്ട് നിൽക്കുകയാണ്. 10 മടങ്ങ് തങ്ങളുടെ മാർക്ക് കൂട്ടാം എന്ന് പറഞ്ഞാൽ ഇവർ നന്നായിട്ട് തന്നെ പരിശ്രമിക്കണം. ഓൾറെഡി താഴെ കിടക്കുന്ന ഗാമിന് കുറച്ച് പരിശ്രമിച്ചാൽ മതി. സേഹോണൊക്കെ ആണെങ്കിൽ അവൻ 2nd പൊസിഷനിലായതുകൊണ്ട് തന്നെ ഒരുപാട് പരിശ്രമിച്ചു വേണം 1st പൊസിഷനിലെത്താൻ. ഈ സമയം സേഹോൺ ഒരു കോൾ വരുന്നതും അവൻ ഇവിടെ നിന്ന് എല്ലാവരോടും യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോകുന്നു. അവൻ്റെ അച്ഛൻ സൈറ്റിലോട്ട് ഇവനെ വർക്കിന് വേണ്ടി വിളിക്കുകയാണ്. ഇവൻ ലേറ്റ് ആയതിന് അച്ഛൻ്റെ കയ്യിൽ നിന്ന് ഒരുപാട് ചീത്തയും കേൾക്കുന്നുണ്ട്. ചിലപ്പോൾ തൊട്ട് ക്ലാസ്സിലൊക്കെ ഫുൾ മാർക്ക് വാങ്ങുന്ന ഒരു സ്റ്റുഡൻ്റ് ആയിരുന്നു സേഹോൺ. അതിനിടയ്ക്ക് വെച്ചാണ് ഇവൻ്റെ അമ്മ പൈസയൊക്കെ കടം വാങ്ങി എന്തിലേക്കോ നിക്ഷേപിച്ച് അവസാനം അത് തട്ടിപ്പായിരുന്നു എന്ന് മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഇവൾക്ക് ഒരുപാട് കടമുണ്ട്.
ഇവൻ്റെ സ്കൂളിലുള്ളവരും ഇവൻ ദാരിദ്ര്യം പിടിച്ച വീട്ടിൽ നിന്നാണ് വരുന്നതെന്ന് പറഞ്ഞ് ഇവനെ ബുള്ളി ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അങ്ങോട്ടേക്ക് ഹേവോൺ വരുന്നത്. ഇവരുടെ രണ്ടുപേരുടെയും വീട് ഒരേ ഡയറക്ഷനിലായിരിക്കും. ഇപ്പോൾ പിന്നെ ഇവനെ വഴി വെച്ച് കണ്ട സ്ഥിതിക്ക് എന്നാൽ നമുക്ക് ഒരുമിച്ച് നടക്കാം എന്നും പറഞ്ഞ് ഇവൻ അങ്ങനെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് വീട്ടിലോട്ട് പോവുകയാണ്. അന്ന് പോലീസ് സ്റ്റേഷനിൽ ഇവളെ കൂട്ടിപ്പോയപ്പോൾ ഇവനാണ് കാര്യങ്ങളെല്ലാം പോലീസുകാരെ പറഞ്ഞ് മനസ്സിലാക്കിയത്. അന്ന് തന്നെ ഹെൽപ്പ് ചെയ്തതിന് ഇവൾ ഇവനോട് നന്ദി പറയും. നീ ഭയങ്കര ഇംപ്രസീവാണ്, നീ നല്ല രീതിയിൽ അത് കൈകാര്യം ചെയ്തു എന്ന് പറയുമ്പോൾ ഒന്നുമല്ല ഗ്യാമിൻ, അവൻ എന്ത് അടിപൊളിയാ, അവനാ ബുള്ളി ചെയ്യാൻ വന്ന ബോയ്സിനെയൊക്കെ അടിച്ച് ശരിയാക്കി മാനിൽ ഹയ്യെ രക്ഷിച്ചു. എനിക്ക് അവനെ ഒരു സൂപ്പർ ഹീറോയെ പോലെ തോന്നുന്നു. ഗ്യാമിൻ ഒരു മെയിൻ ക്യാരക്ടറാണെങ്കിൽ ഞാൻ മിക്കവാറും അതിലൊരു സൈഡ് ക്യാരക്ടറായിരിക്കും. എന്നാൽ ഇത് കേൾക്കുന്ന ഹേവോൺ ആണെങ്കിൽ നീ നിന്നെ ഒരുപാട് കുറച്ചാ കാണുന്നത്. സത്യത്തിൽ നിന്റെ കയ്യിലും ഒരുപാട് കഴിവുകളൊക്കെ ഉണ്ട്. അന്ന് ആ കമ്പ്യൂട്ടർ നശിപ്പിച്ചത് നീയല്ലേ? അതൊന്നും അങ്ങനെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒന്നല്ല. അങ്ങനെ സംസാരിച്ചു വരുന്ന വഴിക്ക് ഇവരെ ഇന്ന് സ്റ്റഡി റൂമിലോട്ട് വന്നില്ലേ ഗ്രേഡിൽ ഫസ്റ്റ് റാങ്കുള്ള ഹോമിൻ പിന്നെ ആ ചൊറിയത്തി പെണ്ണും ഇവരെ വഴിയിൽ വെച്ച് കാണാനിടയാകും. ഹോമിനും ചൊറിയത്തി പെണ്ണുമാണെങ്കിൽ ഇവരെ കൈ കിട്ടാൻ വേണ്ടി നോക്കി നിൽക്കുകയായിരുന്നു. രണ്ടെണ്ണത്തിനെയും കൈയോടെ പൊക്കും. പക്ഷെ ഹേവോണിനെ ഇവൾ ഉപദ്രവിക്കുന്നത് കാണുമ്പോൾ അതിനെ തടയാൻ വേണ്ടി സേഹോൺ ഒരുപാട് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ഇവന്മാരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഇവന് പറ്റുന്നുണ്ടാവില്ല. ഗ്യാമിൻ്റെ കൂടെ കൂടി നീ എന്തോ വലിയ ആളാണെന്ന് നിന്റെ വിചാരം. ഇവനെ ഒന്ന് നല്ല രീതിയിൽ ഒതുക്കി വിട്ടേക്ക്. എന്നാൽ ഞങ്ങൾ പോയിട്ട് വരാമെന്നും പറഞ്ഞ് ഹേവോണിനെയും കൊണ്ട് ഇവൻ പോകാൻ തുടങ്ങുമ്പോൾ കറക്റ്റ് സമയത്ത് ഗ്യാമിയും വന്ന് ഇവനെ കൈകാര്യം ചെയ്യും. ഇതാ ചൊറിയത്തി പെണ്ണും ടീംസും വീഡിയോ എടുക്കാനായിട്ട് തുടങ്ങുമ്പോൾ അവരുടെ ഫോൺ തട്ടി തെറിപ്പിച്ച് എനിക്ക് ആരും ഷൂട്ട് ചെയ്യുന്നത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്ത് അവരുടെ അടുത്തേക്ക് തന്നെ കൊടുക്കും. ശേഷം സേഹോണിന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്നറിയാൻ വേണ്ടി അവൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അവനാണെങ്കിൽ ഇപ്പോൾ വേഗം എഴുന്നേറ്റ് ഇതെൻ്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കെന്നും പറഞ്ഞ് പെട്ടെന്ന് അവിടെ നിന്ന് പോകും. എന്നാൽ അവനെ ഒറ്റയ്ക്ക് വിടാതെ പിറകെ ഗാമിയും പോകും. അവൻ നമ്മളെ ലൂസേഴ്സ് എന്ന് വിളിച്ചാലും നമ്മൾ വിന്നേഴ്സ് ആണെന്ന് പറയുമ്പോൾ വിന്നർ നീ മാത്രമാണെന്നും പറഞ്ഞ് പോവുകയാണ് സേഹോൺ. ശേഷം വീട്ടിലോട്ട് വരുമ്പോൾ അവൻ്റെ അച്ഛൻ്റെ വക സൈറ്റിലേക്ക് വർക്കിന് വേണ്ടി വന്നില്ല, പഠിപ്പുമായിട്ട് നടക്കുവാണോ, നിന്റെ അമ്മ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടമൊക്കെ പിന്നെ ആരാ വീട്ടാൻ പോകുന്നത് എന്ന് ചോദിച്ച് നീ നിന്റെ തള്ളയെ പോലെ തന്നെയാണെന്ന് ഇയാൾ ഇങ്ങനെ പറയും. അപ്പോൾ ഇവൻ ഇറങ്ങിപ്പോകാൻ തുടങ്ങുന്ന സമയത്തായിരിക്കും ഗ്യാമിൻ അവനെ അന്വേഷിച്ചുകൊണ്ട് അങ്ങോട്ടേക്ക് വരുന്നത്. ഗ്യാമിൻ സേഹോണിനെ തൻ്റെ വീട്ടിലേക്ക് വിളിക്കും. സത്യത്തിൽ നമുക്ക് രണ്ടുപേർക്കും കോമൺ ആയിട്ട് ഒരു കാര്യമുണ്ട്, അതുകൊണ്ട് എൻ്റെ കൂടെ വാ. ഇപ്പോൾ നമ്മളൊരു ടാക്സി വിളിച്ച് കറക്റ്റ് സമയത്ത് അവിടെ എത്തിയാൽ എൻ്റെ അമ്മ ഒന്നും പറയില്ല. അപ്പോൾ ആ ടാക്സി പൈസ ആര് കൊടുക്കുമെന്ന് സേഹോൺ ചോദിക്കുമ്പോൾ അത് താൻ കൊടുത്തോളാമെന്ന് പറയും. എനിക്ക് നീ കൊടുക്കുന്ന ടാക്സി പൈസേനേക്കാൾ വലുതാ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നത്, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ ഞാൻ ഒരിക്കൽ പോലും എവിടെയും ജയിച്ചിട്ടില്ല, എപ്പോഴും തോക്കാൻ മാത്രം, വീട്ടിലും സ്കൂളിലും. നേരം വൈകി, നീ വീട്ടിലോട്ട് പോയിക്കോ എന്ന് പറഞ്ഞ് അവൻ എങ്ങോട്ടേക്കോ പോകും. ഗ്യാമിനാണെങ്കിൽ വീട്ടിലെത്താൻ അമ്മ കൊടുത്തിട്ടുള്ള സമയം കഴിയാറായി. അവനൊരു ടാക്സി വിളിച്ച് വീട്ടിലോട്ട് പോവുകയാണ്. എന്നാൽ ഇവിടെ സേഹോൺ ആണെങ്കിൽ ചെന്ന് ചാടുന്നത് ഹോമിൻ്റെ കയ്യിലാണ്. നേരത്തെ ഗ്യാമിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിക്കൂട്ടിയതിൻ്റെ ദേഷ്യമുണ്ട് അവന്. അവൻ സേഹോണിനെ അടിക്കാനായിട്ട് വരുന്നത് കാണുമ്പോൾ അവൻ ഇന്ന് മൊത്തം ഞാൻ അടി വാങ്ങിക്കൂട്ടിയായിരുന്നു എന്ന് പറഞ്ഞ് സേഹോൺ ദേഷ്യപ്പെടും. അപ്പോൾ ഹോമിൻ ശരി എന്നാൽ ഇതുകൂടെ വാങ്ങിക്കോളാൻ പറഞ്ഞ് അവൻ അടുത്തേക്ക് ചെല്ലുമ്പോൾ പെട്ടെന്നാണ് ഇവൻ്റെ ഫോണിലോട്ടൊരു കോൾ വരുന്നത്. ഹോമിൻ പറയും നിന്റെ അച്ഛനായിരിക്കും, എടുക്ക്, ഞാൻ കുറച്ച് ലേറ്റായി വരൂ, എനിക്ക് കുറച്ചുകൂടി അടി വാങ്ങി കൂട്ടാനുണ്ടെന്ന് പറ. ഇവിടെ സേഹോൺ ആണെങ്കിൽ തലങ്ങും വിലങ്ങും എന്തിനെയോ നോക്കുന്നത് കാണാം. ഇപ്പോൾ ഇവിടെ അടിക്കാൻ വരുന്ന ഹോമിൻ്റെ കയ്യിൽ നിന്ന് വളരെ ബ്രില്യൻ്റായി സേഹോൺ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരിക്കും. ഹോമിനാണെങ്കിലും എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. സംഭവം എന്തെന്ന് നോക്കിയാൽ അപ്പുറത്തൊരു റൂഫ് ടോപ്പിൽ നിന്ന് ഇവന് വേണ്ട ഗൈഡ് ലൈൻസ് കൊടുത്തുകൊണ്ടിരിക്കുകയാണ് ഗ്യാമി. ഇടത്തോട്ട് മാറി വലത്തോട്ട് നീങ്ങി എന്നൊക്കെ പറഞ്ഞ് അതനുസരിച്ചാണ് സേഹോൺ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഹോമിനിട്ട് 2 3 ഒക്കെ അവൻ കൊടുക്കും. എന്നാൽ പക്ഷേ പെട്ടെന്ന് ഫോണിൻ്റെ ചാർജ് തീർന്ന് അതങ്ങ് ഓഫായി പോവുകയാണ്. ഗ്യാമിനെ കേൾക്കാൻ പറ്റാതെ പോകുമ്പോൾ ഇവനാണെങ്കിൽ ഹോമിൻ്റെ അടിയിൽ നിന്ന് എങ്ങനെ ഒഴിഞ്ഞു മാറാം എന്നറിയില്ല. ഹോമിൻ കിട്ടിയതിനൊക്കെ ഇവനിട്ട് തിരിച്ചു കൊടുക്കും. രണ്ടും കൽപ്പിച്ച് ഗ്യാമിൻ സേഹോണിൻ്റെ അടുത്തേക്ക് ഓടും. ഇപ്പോൾ ഒരു ഫ്ലാഷ് ബാക്ക് പോലെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. നമ്മളിങ്ങനെ എല്ലാം തോറ്റെന്നിരിക്കുന്ന ഒരവസ്ഥയിൽ എന്തെങ്കിലും ഇത് നമുക്ക് കിട്ടും, അതിൽ പിടിച്ച് നമുക്ക് വിജയിക്കാൻ പറ്റും എന്നുള്ളത്. ഇവിടെയാണെങ്കിൽ അടി ഇങ്ങനെ വാങ്ങിക്കൂട്ടിക്കൊണ്ടിരിക്കുന്ന സേഹോൺ ആണെങ്കിൽ പെട്ടെന്നുള്ള ധൈര്യം മൊത്തം പുറത്തേക്കെടുത്ത് ഒരൊറ്റ പഞ്ച്. അവിടെ കിടക്കും ഹോമി. സേഹോണിനെ രക്ഷിക്കാനായിട്ട് ഓടി വന്ന ഗ്യാമിനും ഈ ഒരു കാഴ്ച കാണുന്നുണ്ട്. ഗ്യാമിനെ കാണുന്നതും സേഹോൺ ആണെങ്കിൽ താനിത് ചെയ്തു എന്നൊരു സന്തോഷത്തിൽ നിൽക്കുകയാണ്. അങ്ങനെ ഇതും കാണിച്ചുകൊണ്ടാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്ത എപ്പിസോഡ് ഉടൻ വരുന്നതാണ്. ആ എപ്പിസോഡുകളെല്ലാം മിസ്സാവാതിരിക്കാനായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.